നിലവിലെ തലമുറയെ ഭാവിക്ക് വേണ്ടി പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഫ്യൂച്ചർ കേരള സമ്മിറ്റിന് വേദിയാകാൻ കൊച്ചി. ജെയിൻ യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിക്ക് ജനുവരി 25-ന് തുടക്കമാകും. കേരളം ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ മാസം 25 മുതൽ ഫെബ്രുവരി 1 വരെ ജെയിൻ യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ഫ്യൂച്ചർ കേരളയാണ് അതിനുള്ള വേദി. ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോമിൻ ജോസ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഫ്യൂച്ചർ കേരള കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് നമ്മളിന്നെ പറയുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്നാണ്. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കറണ്ട് ജനറേഷൻ, അതായത് ഇറ്റ് ക്യാൻ ബി എനി വൺ കേട്ടോ, നമ്മുടെ ഒരു സൊസൈറ്റീനെ ഫ്യൂച്ചറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ ലോകത്ത് നടക്കുന്നുണ്ട് പല സെക്ടറിൽ, ടെക്നോളജിയിലോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലോ എൻ്റർടൈൻമെൻറ്റിലും കൾച്ചറിൽ ഫുഡിൽ, അങ്ങനെ ഈ കറണ്ട് ജനറേഷനെ അല്ലെങ്കിൽ സൊസൈറ്റീനെ ഫ്യൂച്ചറിനെ പ്രിപ്പയർ ചെയ്യാനും, ഫ്യൂച്ചർ എന്നുള്ളത് നമ്മൾ പറയും ടെക്നോളജിയാണ്, ഫ്യൂച്ചർ ടെക്നോളജി മാത്രമെന്നൊക്കെ പറയുമ്പോൾ ഇതൊരു 10-15% ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇത് കംപ്ലീറ്റ് ഒരു ഇൻക്ലൂസിവിറ്റി നമ്മളിതിനകത്ത് എൻകറേജ് ചെയ്യുന്നു. കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവർക്കും അത് ടെക്നോളജി ഫോർ ഓൾ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് എന്താ പറയുക, ആസ്വദിക്കാനും അല്ലെങ്കിൽ ഇത് അറിയാനുമുള്ള റൈറ്റ് ഉണ്ടെന്നുള്ള കാര്യം കൂടുതൽ സ്ട്രെസ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക. നമ്മളൊരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യുക എന്ന ഞങ്ങളുടെ ഒരു പ്രോസസ്സ്, ഞങ്ങളുടെ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സമ്മിറ്റ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, മലയാളികൾ എന്ന് പറയുമ്പോൾ ഗ്ലോബലി കണക്റ്റഡ് ആണ്. അതെ, ലോകത്ത് നടക്കുന്ന കുറിച്ചൊക്കെ അവർക്കറിയാം. പക്ഷേ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളതിലൊക്കെ ഒരു അവ്യക്തത പലപ്പോഴും പലയിടത്തും നിന്ന് പെട്ടുപോകാറുണ്ട്. അതിനെയൊക്കെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ ഞാൻ ടേക്ക് ദാറ്റ് വേർഡ്. ഉറപ്പായിട്ടും മലയാളികൾ കണക്റ്റഡ് ആണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഒരു ദിവസം നമ്മൾ കേൾക്കുന്നുണ്ട്, പല ഡിവൈസിൽ നിന്ന് പല മീഡിയത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളിൽ ക്യൂറേറ്റ് ചെയ്യാനുള്ള ഒരു അവന്യൂ ആയിട്ട് എടുത്താൽ മതി. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓരോ സെക്ടറിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്യൂറേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, ഒത്തിരി കാര്യം ഇൻഫർമേഷൻ പലയിടത്ത് കിട്ടുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലേക്ക് അതിനെ ക്യൂറേറ്റ് ചെയ്ത് ഫീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു ക്യൂറേഷൻ പ്രോസസ്സ് നടന്നിരിക്കുന്നത്. കണക്ടിവിറ്റി എന്നതിലുപരി നമ്മൾ ആ കണക്ടിവിറ്റി പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, കൊളാബറേറ്റീവായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് ആ കണക്ഷൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ നമ്മൾ ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നു.